പഞ്ചായത്തുകളിലെയും നഗരസഭകളിലെയും വാർഡ് വിഭജിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ വിജ്ഞാപനം രണ്ടാഴ്ചയ്ക്കകം ഉണ്ടായേക്കും. വിഭജനത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കൾ സമർപ്പിച്ച ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഇതിൽ ഉടൻ വിധി വരുമെന്നാണ് കമ്മീഷന്റെ വിലയിരുത്തൽ. ഇതിനുശേഷമാകും അന്തിമ വിജ്ഞാപനം ഉണ്ടാവുക. വാർഡ് വിഭജനം ശരിവെച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെയാണ് സുപ്രീം കോടതിയിൽ അപ്പീലുള്ളത്. 2011 സെൻസസിന്റെ അടിസ്ഥാനത്തിൽ ഒരു തവണ വിഭജനം നടത്തിയതാണെന്നും വീണ്ടും നടത്തുന്ന ഭരണഘടനാ വിരുദ്ധമാണെന്നും ഹർജിക്കാർ വാദിക്കുന്നു. എന്നാൽ ജനസംഖ്യ കൂടിയ സാഹചര്യത്തിലാണ് വിഭജനം നടപ്പാക്കിയതെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. ജനസംഖ്യ മാറിയ സാഹചര്യത്തിൽ എങ്ങനെ എണ്ണം കണക്കാക്കുമെന്ന് സുപ്രീം കോടതി ആരായുകയും ചെയ്തിരുന്നു. 941 പഞ്ചായത്തുകളായി 1375, 6 കോർപ്പറേഷനുകളിലും 87 നഗരസഭകളിലുമായി 135 എന്നിങ്ങനെ 1510 പുതിയ വാർഡുകൾ സൃഷ്ടിക്കുന്ന കരട് റിപ്പോർട്ട് കഴിഞ്ഞ വർഷം നവംബർ 18 പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതിനായി നിലവിലെ ഭൂരിഭാഗം വാർഡുകളുടെയും അതിർത്തികളിലും മാറ്റം വരുത്തി. പരാതികളിൽ ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണവും തുടർന്ന് കളക്ടർ സമർപ്പിച്ച റിപ്പോർട്ടും കമ്മീഷൻ നേരിട്ട് നടത്തിയ തെളിവെടുപ്പും പൂർത്തിയായിട്ട് 2 മാസത്തിലേറെയായി. ഇടുക്കി വിഷൻ, കുമളി.